നമസ്കാരം. മതഭ്രാന്ത് മൂത്താൽ പിന്നെ ചങ്ങലക്കിടുകയേ രക്ഷയുള്ളൂ. അവനവന്റെ മതത്തിൽ വിശ്വസിക്കുന്നതിനോടൊപ്പം മറ്റു മതങ്ങളെ ബഹുമാനിക്കാനും കൂടിയാണ് എല്ലാ മതവും പഠിപ്പിക്കുന്നത്. മറ്റൊരാളുടെ മതത്തെ വ്രണപ്പെടുത്താൻ ഏത് മതത്തിലും ഏത് വിശുദ്ധ ഗ്രന്ഥത്തിലുമാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും മറ്റു മതവിശ്വാസങ്ങളുടെ മേൽ കടന്നുകയറി അക്രമം കാണിച്ചില്ലെങ്കിൽ ചിലർക്കൊന്നും സമാധാനം വരികയില്ല. ഇപ്പോൾ ഉത്തർപ്രദേശിലെ അലിഗഡ് മുസ്ലിം സർവകലാശാല അവരുടെ ഭക്ഷണ മെനുവിൽ ബീഫ് കൂടി കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. എപ്പോഴും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിവാദത്തിൽ അകപ്പെട്ടിട്ടുണ്ട് അലിഗഡ് മുസ്ലിം സർവകലാശാല. വീണ്ടും സർവകലാശാലയിലെ മെനുവിൽ വരുത്തിയ മാറ്റത്തെക്കുറിച്ചുള്ള അറിയിപ്പുമായി അവർ പുതിയ വിവാദത്തിലേക്ക് കടന്നിരിക്കുന്നു. ഞായറാഴ്ച മുതൽ മെനുവിൽ വരുത്തിയ മാറ്റത്തെക്കുറിച്ചുള്ള സർവകലാശാലയുടെ അറിയിപ്പ് സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സർവകലാശാലയിൽ ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിച്ചത് കാരണം ചിക്കൻ ബിരിയാണിക്ക് പകരം ഞായറാഴ്ച തോറും ഉച്ചഭക്ഷണ മെനുവിൽ ബീഫ് ബിരിയാണി വിളമ്പുമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. പുതുക്കിയ മെനുവിലെ സർവകലാശാലയിലെ താമസക്കാർ എല്ലാവരും ആസ്വദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും നോട്ടീസിൽ പറയുന്നു. അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ സുലൈമാൻ ഹാൾ മെസ്സിലെ ഭക്ഷണ മെനുവിലാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം മാറ്റം വരുത്തിയിരിക്കുന്നത്. ഡൈനിങ് ഹാളിലെ സീനിയർ ഫുഡ് ഓഫീസർമാരായ മുഹമ്മദ് ഫൈസുള്ളയുടെയും മുജാസിം അഹമ്മദ് ഭാട്ടിയയുടെയും പേരുകളും നോട്ടീസിൽ ഉണ്ട്. അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള 20 ഹോസ്റ്റലുകളിലും താമസക്കാർക്ക് ദിവസവും 3 നേരവും ഭക്ഷണം വിളമ്പുന്നുണ്ട്. അതേസമയം വാർത്ത ശ്രദ്ധയിൽപ്പെട്ട അലിഗഡ് പോലീസ് നിയമങ്ങൾക്കനുസൃതമായി നടപടിയെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സർവകലാശാല പ്രൊഫസർ മുഹമ്മദ് വസീം അലി ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചത് അങ്ങനെ ഒരു തീരുമാനമില്ലെന്നും അത് ഒരു അക്ഷരത്തെറ്റായിരുന്നു എന്നുമാണ്. ചിക്കൻ കറിയിൽ നിന്ന് ചിക്കൻ പറന്നു പോയി, ഇനി ബീഫ് സ്വയം കയറി കിടന്നു എന്നെങ്ങാനും പറയുമോ ആവോ. ഇനി ബിരിയാണിയിൽ നിന്ന് മെനുവിലെ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ചിക്കൻ ബിരിയാണിക്ക് പകരം ബീഫ് ബിരിയാണി എന്ന് ടൈപ്പ് ചെയ്തതായി തോന്നുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ ഭാഷ്യം. ന്യായങ്ങൾ എന്ത് തന്നെ ആയാലും ഹിന്ദുക്കളുടെ വിശ്വാസത്തെ താറടിച്ചു കാണിക്കാനുള്ള ശ്രമമായിട്ട് തന്നെയേ ഇതിനെ വിലയിരുത്താൻ കഴിയൂ. 1955 ഉത്തർപ്രദേശ് ഗോവധ നിരോധന നിയമപ്രകാരം പശുക്കളെ കൊല്ലുന്നതും ബീഫ് വിൽക്കുന്നതും കൊണ്ടുപോകുന്നതും നിരോധിച്ചിട്ടുണ്ടെന്നും പശുക്കളെ ഉപദ്രവിക്കുന്നത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കപ്പെടുന്നുവെന്നുമാണ് നിയമം. എന്നിട്ടും ഉത്തരവിനെ മറികടന്നുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം മതവിശ്വാസികൾ ഹിന്ദു വിശ്വാസത്തിനെതിരെയുള്ള വെല്ലുവിളി പോലെ ഇത് ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്യുന്നുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് പശുവിനെ കൊല്ലുന്നത് 10 വർഷം തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. ഹിന്ദു മതവിശ്വാസ പ്രകാരം പശുക്കൾക്ക് ദൈവീക പരിവേഷമാണുള്ളത്. ഒരു ഭക്ഷണത്തിനോടുള്ള ആഗ്രഹമല്ല ഇത്തരം കൊന്നൊടുക്കലിന് പിന്നിൽ, പകരം ഹിന്ദു വിശ്വാസങ്ങളെ വെല്ലുവിളിക്കാനുള്ള ശ്രമം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും അംഗീകരിക്കാനും കഴിയുന്നതല്ല.